ഹലോ. നമ്മൾ മനുഷ്യന്മാരെ പോലെ തന്നെയാണ് കേട്ടോ പ്ലാന്റ്സിൻ്റെ കാര്യമൊക്കെ. അതായത് അവരുടെ വളരുന്ന സാഹചര്യത്തിനനുസരിച്ചിട്ടുള്ള മറ്റ് മാറ്റങ്ങൾ അവരുടെ ലൈഫിലും കാണുന്നു പറഞ്ഞ പോലെയാണ്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, എൻ്റെ ഓരോ പോട്ടിലും ഈ ഒരു ഗോൾഡൻ പോത്തോസിൻ്റെ ലീഫിന് വേറെ വേറെ രീതിയാണല്ലേ. അതുപോലെ അതേ പ്ലാന്റ് തന്നെയാണ് ഇപ്പോൾ ഈ മതിൽമേൽ പടർത്തിയിട്ട് കാണുന്നത്. അതിൻ്റെ ലീഫിൻ്റെ ഒരു വലിപ്പം നോക്കിയേ. ഇത് നല്ല രീതിയിൽ സെറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഇതുപോലെ മരത്തിൻ്റെ മുകളിലും മതിലിൻ്റെ മേലൊക്കെ പടർത്തി നല്ല ഭംഗിയായിട്ടിരിക്കും അതിൻ്റെ ലീഫ്. പിന്നെ അതേ ലീഫ് തന്നെയാണ് ഈ ഒരു കുഞ്ഞു പോട്ടിലും വെച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ചിലവർക്ക് പെട്ടെന്ന് വിശ്വസിക്കാൻ പറ്റില്ല. എൻ്റെ അടുത്ത് തന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായി, ഈ പോട്ടിൽ കണ്ടിട്ട് ഈ ഈ ഒരു പ്ലാന്റിന് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ എൻ്റെ കയ്യിൽ വേറെ നമ്മൾ സോയിലിൽ നട്ട കട്ടിങ്സ് എടുത്ത് കൊടുക്കുമ്പോൾ അവർക്ക് ഡൗട്ടാണ് ഇതേ പ്ലാന്റ് തന്നെയാണോ എന്നുള്ളത്. രണ്ടും സെയിം തന്നെയാണ് കേട്ടോ, ഒരു വ്യത്യാസമില്ല, ഒറ്റ പ്ലാന്റ് തന്നെയാണ് രണ്ടും. അപ്പം ഇതെങ്ങനെയാണ് ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്തെടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്കൊരു കട്ടിങ്സ് ഇപ്പോൾ വലിയ ലീഫാണെങ്കിൽ പോലും നമുക്ക് ചെറിയ ചെറിയ ലീഫ് അതിൻ്റെ അകത്ത് നിന്ന് ആക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം ഒരു വലിയ ലീഫിൻ്റെ കഷ്ണം നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ റൂട്ടഡ് ആയിട്ടുള്ള ഭാഗം നമ്മളൊരു സോയിലിൽ കൊടുക്കുക. അതായത് വലിയ സ്ഥലത്തൊന്നും കൊടുക്കാണ്ട് ഒരു പോട്ടിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ വെച്ച് കഴിഞ്ഞാൽ അതിൽ വരുന്ന പുതിയ ഗ്രോത്ത് എന്തായാലും കുറച്ച് ചെറിയ ലീഫ് തന്നെയായിരിക്കും കേട്ടോ വളരുന്നുണ്ടാവുക. അപ്പം വെള്ളത്തിൽ പുതുതായിട്ട് ഉണ്ടാവുന്ന ആ തളിരിലകളിൽ വളർന്നുണ്ടാവുന്ന കട്ടിങ്സ് നിങ്ങൾക്ക് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ചെറിയ പ്ലാന്റ് ആക്കിയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. കാരണം അതിൻ്റെ ലീഫൊക്കെ ചെറുതായിരിക്കും ഉണ്ടായി വരുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു റെഡ് പോട്ടിൽ ഞാൻ വെച്ചിട്ടുള്ളത് ഒരു മീഡിയം സൈസിൽ വണ്ണത്തിൽ വരുന്ന ലീഫാണ് ഇത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബാക്കി രണ്ടെണ്ണത്തിലും ഞാൻ ചെറിയ ചെറിയ ലീവ്സ് വെച്ചിട്ടായിരുന്നു സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 2 വർഷത്തോളമായി. അതുകൊണ്ട് അതിൽ അത്രേ ഗ്രോത്തും ഉള്ളൂ. കാരണം വെള്ളത്തിൽ വെക്കാൻ ഞാൻ വേറെ ഫെർട്ടിലൈസേഴ്സ് ഒന്നും ആഡ് ചെയ്ത് കൊടുക്കാറില്ല. ഇതിപ്പോൾ നിങ്ങൾ ഇതിൻ്റെ റൂട്ട് കണ്ടല്ലോ, ഇതിൽ കുറച്ച് റൂട്ട്സേ വരാൻ തുടങ്ങി. ഇത് ഈ അടുത്ത് സെറ്റ് ചെയ്തതാണ്. അതൊരു ഞാൻ പലപ്പോഴും മണി പ്ലാന്റിൻ്റെ സ്ട്രിങ്സ് ഒന്നും കട്ട് ചെയ്ത് കളയലില്ല. ഇപ്പം എന്തെങ്കിലും പുഴുവിൻ്റെ അറ്റാക്കോ എന്തെങ്കിലും അങ്ങനത്തെ വന്നിട്ടുണ്ടെങ്കിൽ മാത്രം അത് കട്ട് ചെയ്ത് കളയുള്ളൂ കേട്ടോ. അന്നേരമാണ് ഇതുപോലെ പോട്ടിലേക്കൊക്കെ ബാക്കി നല്ല ഫ്രഷ് ലീവ്സ് സെറ്റ് ചെയ്ത് കൊടുക്കാറുള്ള വെള്ളത്തിൽ. ഇതിപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഇതിൻ്റെ ലീഫ് കണ്ടോ, വളരെ ചെറുതായിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് നിയോൺ പോത്തോസിൻ്റെ പ്ലാന്റാണ്. അതായത് ഒരു യെലോയിഷ് കളർ ഉണ്ടാവും, ഒരു മഞ്ഞ പോലത്തെ. ഇത് ഗോൾഡൻ പോത്തോസ്. ഇതിൻ്റെ ലീഫ് കണ്ടോ, തളിരെല്ലാം ചെറുതായിട്ട്. അത് ചില പ്ലാന്റ്സ് ഒന്നിക്കുക അതിൻ്റെ ഫെർട്ടിലൈസറിൽ എന്തെങ്കിലും ഒരു കുറവ് വരുമ്പോഴൊക്കെയാണ് കേട്ടോ അതിൻ്റെ മണ്ണിൽ അറ്റത്തോട്ടെത്തുമ്പം ഇതുപോലെ മണി പ്ലാന്റ്സിൻ്റെ അറ്റത്തോട്ടെത്തുമ്പോൾ അതിൻ്റെ ലീഫ് ഇങ്ങനെ ചെറിയ ചെറിയ ഇലകളായിട്ട് നിൽക്കുന്നുണ്ടാവും മണ്ണ് കുഴിച്ചിട്ടതിൽ. അങ്ങനെയാകുമ്പോൾ നമുക്ക് അതിന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ ആ സ്ട്രിങ് ഒഴിവാക്കാൻ പോകുന്നതാണെങ്കിൽ ആ സ്ട്രിങ് കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് 2 രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാം. അതിൻ്റെ കുറച്ച് വലിപ്പമുള്ള ലീവ്സ് ആണെങ്കിൽ അത് കംപ്ലീറ്റ് ഒരുമിച്ച് വെച്ചിട്ട് ഒരു മീഡിയം സൈസ് പോട്ടായിട്ടും കൊടുക്കാം. പിന്നെ തളിരിളകൾ മാത്രം സെറ്റ് ചെയ്തിട്ട് വേറൊരു പോട്ടും കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് എൻ്റെ ഒരു നിയോൺ പ്ലാന്റിൻ്റെ അവസ്ഥയാണ്. നല്ല ബുഷി ആയിട്ടുണ്ടായ ഒരു പ്ലാന്റാണ്. പക്ഷേ അതിൻ്റെ സോയിൽ നിങ്ങൾ കണ്ടല്ലോ, കുറച്ചൊന്ന് ഹാർഡായി പോയിട്ടും പിന്നെ അതിൻ്റെ ഫെർട്ടിലൈസറിൻ്റെ ഒക്കെ കുറവും മറ്റും കുറച്ച് നോക്കാണ്ടായി പോയിട്ടാണ് ഈ ഒരു അവസ്ഥയിലെത്തിയത്. അപ്പോൾ ഞാൻ അതിൻ്റെ തളിരില കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിപ്പോൾ കാണിക്കുന്നത്. ആ തളിരിലൻ്റെ ഭാഗങ്ങൾ നമുക്ക് കട്ട് ചെയ്ത് ഇതുപോലെ ഉണ്ടാകുന്ന കുഞ്ഞു കുഞ്ഞു ലീവ്സ് ഉണ്ടല്ലോ, അതാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത്. എന്നിട്ട് അത് മാത്രം നമുക്കൊരു പോട്ടിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെയാണ് ഞാനിതിപ്പോൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് കേട്ടോ. എൻ്റെ അടുത്ത് മുമ്പ് ഇതുപോലെ ഞാൻ വെച്ച ഗോൾഡൻ പോത്തോസ് ഞാനിങ്ങനെ സ്റ്റെപ്പിൻ്റെ അടുത്ത് കുറേ നാളായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതങ്ങനെ വെച്ച് പിന്നെ ജസ്റ്റ് നോക്കാണ്ടായി. വെള്ളം മാത്രമേ ജസ്റ്റ് കൊടുക്കലുള്ളൂ. അപ്പോൾ ലാസ്റ്റിലോട്ട് അതിൻ്റെ കുഞ്ഞു കുഞ്ഞു ഇലകളായിട്ട് ഇങ്ങനെ താഴോട്ട് തൂങ്ങി കിടക്കുന്നുണ്ട്. അത് ഞാൻ കട്ട് ചെയ്തിട്ടാണ് ഇങ്ങനെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായത്. മുമ്പ് നിങ്ങൾക്ക് നേരത്തെ കാണിച്ചെന്ന പോലെ. അപ്പം അതങ്ങനെ വളർന്നാണ് നല്ല ബുഷിയായിട്ട് വളർന്നിട്ട് വന്നിട്ടുണ്ടായത്. ഇതിപ്പം ഞാൻ ഗോൾഡൻ പോത്തോസ് അല്ല, ഇതിന് ഞാൻ പറഞ്ഞല്ലോ നിയോൺ പോത്തോസ് എന്നാണ് ഇതിൻ്റെ പേര്. കാണുമ്പോൾ ഇതിന് എനിക്കൊരു ഗോൾഡൻ പോത്തോസ് ആയിട്ട് തോന്നുമെങ്കിലും ഇതിൻ്റെ പേര് നിയോൺ പോത്തോസ് ആണ് കേട്ടോ. ഒരു മഞ്ഞ പോലെ ഉണ്ടാവും. അപ്പം ഇതിൻ്റെയാണ് ഞാനിപ്പോൾ സെറ്റ് ചെയ്യുന്നത്, വീഡിയോ കാണിച്ചിരുന്നത്. ഇതിപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ബുഷിയായിട്ട് വളർന്ന പ്ലാന്റ്സ് ഈ ഒരു പോട്ടിൽ ഞാൻ മണ്ണാണ് കേട്ടോ കൊടുത്തത്. ആ മണ്ണിൽ നട്ടുകൊണ്ടാണ് അതിനത്ര നല്ല രീതിയിലുള്ള ഗ്രോത്ത് കാണിക്കുന്നത്. ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു തണ്ടും വേരുള്ള ചെറിയ ചെറിയ തണ്ടൊക്കെയാണ് ഞാൻ ആ റെഡ് പോട്ടിൽ നട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതൊക്കെ ഇപ്പോൾ നന്നായിട്ട് വളർന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ ഒരു വളർച്ച മുരടിച്ചൊരു പ്ലാന്റ് കാണിച്ചു തന്നിട്ടില്ലേ, അതിൽ നിന്നൊരു സ്ട്രിങ് കട്ട് ചെയ്തെടുത്തു കേട്ടോ. എന്നിട്ട് ഇതുപോലെയാണ് ഞാൻ കട്ട് ചെയ്യാറുള്ളത്. ഇതിപ്പം മണ്ണിൽ നടാനായാലും അല്ല വെള്ളത്തിൽ വെക്കാനായാലും ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാറുണ്ട് കേട്ടോ. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഒരുപാട് നല്ല ബുഷിയായിട്ട് വെക്കാൻ പറ്റും.
ഇതുപോലെ എക്സസ് ആയിട്ടുള്ള എക്സ്ട്രാ നടുക്ക് വരുന്ന കമ്പുകൾ ഇതുപോലെ വെട്ടിക്കളയുന്നുണ്ട്. എന്നിട്ട് ആ വേരുള്ള ഭാഗം പിന്നെ അതിൻ്റെ രണ്ടറ്റത്ത് ഒരു ചെറിയ പീസും അത്രയും വെക്കാറുള്ളൂ. ഇതുപോലെയാണ് ഞാൻ കട്ട് ചെയ്ത് എടുക്കാറുള്ളത്. നമുക്ക് ഇതുപോലെ തന്നെ മണ്ണിലും ഒരു 10 ഇലയെങ്കിലും വേണമെങ്കിൽ നട്ടു കൊടുക്കാം കേട്ടോ, നല്ല ബുഷിയായിട്ട് ഉണ്ടാവണമെങ്കിൽ. പിന്നെ നിങ്ങൾക്ക് ചെറിയ ചെറിയ ലീവ്സ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ കുഞ്ഞു കുഞ്ഞായിട്ടുള്ള തളിരില പോലെയുള്ളത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടില്ലേ, അത് പിന്നെ അങ്ങ് അറ്റത്തുള്ള ലീഫ് പിന്നെ വല്ലാണ്ട് അങ്ങ് അറ്റത്തുനിന്ന് നമ്മൾ കട്ട് ചെയ്യരുത്. ഒന്ന് ജസ്റ്റ് വിട്ടിട്ട് വേണം ഒന്ന് കട്ട് ചെയ്യാൻ, ഇല്ലെങ്കിൽ ചിലപ്പോൾ ആ തളിരില ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അത് നോക്കിയിട്ട് കട്ട് ചെയ്യുക. പിന്നെ ഏറ്റവും അറ്റത്തുനിന്ന് എടുക്കാണ്ട് ഒരു വേരും കൂടി വിട്ടിട്ടുള്ളത് മാത്രം എടുക്കുക. ബാക്കിയൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ നോക്കുന്നത് പോലെ സർവൈവ് ചെയ്ത് നിൽക്കും കേട്ടോ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ആ കുഞ്ഞല കുഞ്ഞായിട്ട് തന്നെ നിർത്തണമെങ്കിൽ വെള്ളത്തിൽ തന്നെ കൊടുക്കണം കേട്ടോ. എന്നാൽ മാത്രമേ അത് കുഞ്ഞലയായിട്ട് തന്നെ വളരുള്ളൂ. പിന്നെ അല്ലാണ്ട് അതിപ്പോൾ മീഡിയം സൈസുള്ളത് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാലും ഒക്കെ തന്നെ അത്യാവശ്യം ചെറുതായിട്ട് തന്നെ നിൽക്കണമെങ്കിൽ നിങ്ങൾ വെള്ളത്തിൽ തന്നെ കൊടുക്കണം. പിന്നെ അതല്ല, ഒരു കുഞ്ഞു പോട്ടിൽ മണ്ണിൽ കൊടുക്കുകയാണെങ്കിലും വളരും. പക്ഷേ അത്യാവശ്യം ഒരു മീഡിയം സൈസിലാണ് എനിക്ക് കിട്ടാറുള്ളത്. മണ്ണിൽ കൊടുക്കുകയാണെങ്കിൽ പോലും ഒരു ചെറിയ പോട്ടാണെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിലും ഈ ചെറിയ ലീഫായിട്ട് കിട്ടില്ല. പിന്നെ നിങ്ങൾക്ക് ചെറിയ ലീഫായിട്ട് തന്നെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻജോയ് പോത്തോസ് ഒരു ബെസ്റ്റാണ്. കാരണം എൻജോയ് പോത്തോസിന് നിങ്ങളിപ്പം അത്യാവശ്യം വലിയ പോട്ട് കൊടുത്തു കഴിഞ്ഞാലും അതിൻ്റെ ലീഫ് ചെറുതായിട്ട് തന്നെ ഇരിക്കത്തുള്ളൂ. ഇതിപ്പോൾ ഞാൻ ഈ നേരത്തെ കാണിച്ചെന്ന നിയോൺ പോത്തോസിന് എൻ്റെ ലീഫിൻ്റെ ഒരു വലിപ്പമാണ്. ഇത് അത്യാവശ്യം മീഡിയം സൈസായിട്ടുള്ളൊരു പോട്ടിൽ വെച്ചതാണ്. കണ്ടല്ലോ ഇതിൻ്റെ ഒരു ലീഫിൻ്റെ ഒരു വലിപ്പം, ഇത്രയും അധികം വലിപ്പം വെക്കുന്നുണ്ട്. ചിലപ്പം ഇതിലും കൂടുതൽ വലിപ്പം വെക്കുമെന്ന് എനിക്കറിയില്ല. ഞാൻ അധികം വലിയ പോട്ടിൽ ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കി. ഇത് അത്യാവശ്യം എൻ്റെ കയ്യിലുള്ളത് അത്യാവശ്യം മീഡിയം സൈസിനേക്കാളും ഇച്ചിരി വലിപ്പമുള്ളൊരു പോട്ട് തന്നെയാണ്. ഇതിൻ്റെ അകത്ത് ഗോൾഡൻ പോത്തോസ് നിയോൺ പോത്തോസ് ഒരുമിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിലൊന്ന് സെറ്റ് ചെയ്ത് നോക്കും. ഇവിടെയും മഴ തുടങ്ങിയിട്ടുണ്ട്. 2-3 ദിവസമായി നല്ല ഇരുണ്ട കാലാവസ്ഥയായിരുന്നു. ഇന്നാണ് മഴ പെയ്യാൻ തുടങ്ങിയിട്ടുള്ളത്. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്തുണ്ട്?